നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. മെയ് മാസം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 2 മാസത്തെ പെൻഷനായ 3200 രൂപയുടെ അക്കൗണ്ടുകളിലെത്തും. എന്നാൽ ഇതിൽ പല ആളുകൾക്കും 1600 രൂപ മാത്രമാണ് എത്തുക. അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്നതിന് മുമ്പായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മെയ് മാസത്തിലെ പെൻഷനായ 1600 രൂപയും കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക 4 മാസത്തെ കുടിശ്ശികയാണ് ബാക്കിയുണ്ടായിരുന്നത്. അതിലൊരു മാസത്തെ കുടിശ്ശികയായ 1600 രൂപയും കൂടി 3200 രൂപയുടെ അക്കൗണ്ടുകളിൽ ഉടൻ തന്നെ എത്തുന്നതാണ്. നമുക്കറിയാം, ഒരു ബൈ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനുമുമ്പായി തന്നെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഈ വർഷം അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക കേരളത്തിൽ. അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ മുഴുവൻ പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർത്ത് കുടിശ്ശികയൊന്നുമില്ലാത്ത രൂപത്തിൽ സർക്കാരിൻ്റെ കാര്യങ്ങൾ അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പെൻഷൻ എല്ലാ മാസവും ലഭിക്കും, കുടിശ്ശിക എല്ലാ മാസവും കറക്റ്റ് തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതിനു മുമ്പായി തന്നെ നമ്മൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല. 2024-25 സാമ്പത്തിക വർഷത്തിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകളുണ്ട്. അവർ കഴിഞ്ഞ വർഷം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ആ സമയങ്ങളിൽ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള മസ്റ്ററിങ് ഉണ്ടായിരിക്കുക. എന്നാൽ അന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് പിന്നീട് ഒരുപാട് അവസരമുണ്ടായിരുന്നു മസ്റ്ററിങ് പൂർത്തിയാക്കാൻ. അന്നെല്ലാം മസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകൾക്കും പെൻഷൻ ലഭിക്കും. പക്ഷേ ഇപ്പോഴും കുറേ ആളുകൾ മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ട്. അന്ന് വിദേശ നാടുകളിലായതുകൊണ്ട്, ഹോസ്പിറ്റലിലായതുകൊണ്ട്, അല്ലെങ്കിൽ മസ്റ്ററിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ പല ആളുകളും അന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ഇനിയൊരു അവസരം വരുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും മസ്റ്ററിങ് പൂർത്തിയാക്കുക. പല ആളുകൾക്കും 2 പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഒരു ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് വിധവാ വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് 2 പെൻഷൻ ഐ ഡി ഉണ്ടാകും. അങ്ങനെയുള്ളവർ 2 പെൻഷൻ മസ്റ്ററിങ് കൂടി ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.